നമസ്കാരം. 2023-24 അധ്യയന വർഷത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന എൻ്റെ എല്ലാ സംസ്കൃത വിദ്യാർത്ഥികൾക്കും മൈ റേഡിയോ 90 FM അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുചിത്ര. അയ്യന്തോൾ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപികയാണ്. നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ സംസ്കൃതം ഹയർ സെക്കൻഡറിയിൽ തിരഞ്ഞെടുക്കുന്നത്. മലയാളം, ഹിന്ദി, സംസ്കൃതം, അറബിക് മുതലായ വിഷയങ്ങൾ നമുക്ക് എങ്ങനെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്ന ഒരു പരീക്ഷയാണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ A+ നേടാൻ സഹായിക്കുന്ന എല്ലാ ട്രിക്കുകളും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പരീക്ഷ എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 100 മാർക്കിലാണ് നമുക്ക് പരീക്ഷ വരുന്നത്. 80 മാർക്ക് നമ്മൾ എഴുതി നേടേണ്ടതാണ്. ബാക്കിയുള്ള 20 മാർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ, നിങ്ങളുടെ നിരന്തര മൂല്യനിർണ്ണയത്തോട് കൂടിയിട്ടാണ് ടീച്ചർമാർ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ 80 മാർക്ക് പരീക്ഷ എങ്ങനെയാണ് നമ്മൾ വരുന്നതെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ മുൻ വർഷങ്ങളിലുള്ള ചോദ്യ പേപ്പറുകളിലൂടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എന്തൊക്കെ ചോദ്യങ്ങളാണ് എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടതുണ്ട്. സാധാരണയായി സംസ്കൃത പരീക്ഷകൾക്ക് ഒരേ തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് എളുപ്പമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൽ 80 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എങ്ങനെയാണ് ചോദ്യങ്ങൾ എഴുതേണ്ടത് എന്ന് നമുക്കറിയാമല്ലോ. ഉത്തരം മാത്രമാണ് നമ്മൾ അതിൽ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് മുഴുവനായിട്ടും ഉത്തരം എഴുതേണ്ടി വരും. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഓരോ മാർക്ക് വീതമാണ് നമുക്ക് നേടാനുള്ളത്. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ഉത്തരം മാത്രം എഴുതി ഓരോ മാർക്ക് സ്കോർ ചെയ്യേണ്ടതാണ്. 9 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് അല്ലെങ്കിൽ 3 എണ്ണത്തിനും ഉത്തരം എഴുതേണ്ടതാണ്. നമ്മൾ ഓപ്ഷൻ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാനായിട്ട്. ചിലപ്പോൾ 3 ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം എഴുതേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും 2. ഇതിൽ 2 മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത്. 2 മാർക്കുള്ള ചോദ്യങ്ങളായിരിക്കും. സാധാരണയായി സന്ധത, പദച്ഛേദം, ലിഖത മുതലായ ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരാറുള്ളത്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായ ത്വാന്ത, ല്യബന്ധ, തുമുനന്ത അവ്യയങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ 9 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഉത്തരമായിട്ട് എഴുതേണ്ടത്. 12 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 മാർക്ക് വീതമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇതിൽ 12 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് സാധാരണയായി നമ്മളോട് ചോദിച്ചു വരാറുള്ളത്. ഇതിൽ ചിലപ്പോൾ ത്വാന്ത, ലബന്ധ അവ്യയങ്ങൾ 2 മാർക്കിന് പകരം 3 മാർക്കിലുള്ള ചോദ്യത്തിൽ വന്നേക്കാം. പിന്നീട് വരുന്ന ചോദ്യങ്ങളിൽ സാധ്യതയുള്ളത് ട്രാൻസ്ലേഷൻ ആണ്. അതായത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ തന്നിട്ടുള്ള, ചിലപ്പോൾ ഇംഗ്ലീഷും മലയാളവും നമുക്ക് തന്നിട്ടുണ്ടാകും. നമ്മൾ അതിൽ നിന്ന് ആ വാക്യങ്ങളെ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്ത് എഴുതേണ്ടതാണ്. പിന്നീട് വരുന്ന ഒരു ചോദ്യം ആശയം, ശ്ലോകം, ആശയസഹിതം, അതായത് ആശയാനുസാരം ശ്ലോകം ചിത്വ ലിഖത. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആശയവും ശ്ലോകവും, അതായത് ആദ്യത്തെ സെക്ഷനിൽ തന്നിട്ടുള്ള ആശയവും അതിൻ്റെ ഉത്തരമായ ശ്ലോകവും രണ്ടും നമ്മൾ എടുത്തെഴുതേണ്ടതാണ്. 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതാനായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സംഭാഷണം, ഗദ്യക്രമം തന്നിട്ട് നമ്മളോട് ഉത്തരം എഴുതാൻ പറയുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വരാറുള്ളത്. സംഭാഷണത്തിന് നമ്മളോട് വിട്ട ഭാഗം പൂരിപ്പിച്ചിട്ട് സംഭാഷണം മുഴുവനായും എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. നമ്മൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായതുകൊണ്ട് ചോദ്യം മുഴുവനായിട്ടും ഉത്തരത്തോട് സഹിതം എഴുതാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തരം മാത്രം എഴുതുക എന്ന രീതി നമ്മൾ ഫോളോ ചെയ്യരുത്. 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഗദ്യക്രമം എഴുതുക. ശ്ലോകം തന്നതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗദ്യക്രമം നിങ്ങൾ തന്നെ പൂരിപ്പിക്കേണ്ടതാണ്. ഏതെങ്കിലും 4 ഭാഗങ്ങളായിരിക്കും നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അതിനുശേഷം ഗദ്യക്രമം മുഴുവനായും എഴുതേണ്ടതാണ്. പിന്നീടുള്ളത് പ്രശ്ന നിർമ്മാണം എന്നുള്ള ചോദ്യമായിരിക്കാം. പ്രശ്ന നിർമ്മാണം എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത് കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം സംസ്കൃതത്തിലുള്ള ചോദ്യഭാഗങ്ങളുണ്ടല്ലോ, കഹ, കിം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളോട് സഹിതം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? അതൊരു പൂർണ്ണ ചോദ്യമായിട്ട് എഴുതണം, അല്ലാതെ അവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് മാത്രം നിങ്ങൾ എഴുതി പൂരിപ്പിക്കരുത്. 19 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3-4 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. 5 മാർക്കുള്ള ചോദ്യങ്ങളായിരിക്കും. ഇതിനകത്ത് സംഭാഷണമോ ഗദ്യഭാഗം തന്നിട്ട് അതിലുള്ള ഉത്തരങ്ങൾ നമ്മളോട് എഴുതാനായിട്ട് ആവശ്യപ്പെടും. നമ്മൾ ഗദ്യഭാഗം പൂർണ്ണമായും വായിച്ചതിനു ശേഷമേ ഉത്തരത്തിലേക്ക് പോകാവൂ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് അത് പൂർണ്ണമായി വായിച്ചെടുക്കാനാണ്. തെറ്റുകളില്ലാതെ ഗദ്യഭാഗം വായിച്ചതിനു ശേഷം ഉത്തരങ്ങൾ പൂരിപ്പിക്കുക. 23 മുതൽ
27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനായിരിക്കും നമ്മൾ ഉത്തരം എഴുതേണ്ടത്. 6 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് കേട്ടുപരിചയമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളോട് ചോദിക്കുന്നത്. കഥാസ്തംഭം ക്രമീകൃത, പടകഥാം ലിഖത, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മുഴുവനായും ആ ഉത്തരം എഴുതേണ്ടതാണ്. നമ്മൾ വിട്ടുപോയ ഭാഗങ്ങൾ മാത്രം പൂരിപ്പിക്കരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ 6 മാർക്കിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കൃത്യമായി കഥാസ്തംഭമാണെങ്കിൽ അത് ക്രമീകരിച്ചതിന് ശേഷം കൃത്യമായ നമ്പർ ഇട്ടതിന് ശേഷം എഴുതുക. 1 ഏത് ഉത്തരമാണോ വരുന്നത് അതിന് നേരെയുള്ള കഥ എഴുതിയതിന് ശേഷമാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ആ കഥയുടെ നമ്പർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവും തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്പർ ഇടുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. ലഘു ഉപന്യാസം, ഉപന്യാസം, ഇങ്ങനെ 2 തരത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. 6 മാർക്കിനുള്ള ചോദ്യമാണെങ്കിൽ അത് ലഘു ഉപന്യാസത്തിലേക്ക് പോകും. നിങ്ങൾക്ക് സൂചന ഉണ്ടായിരിക്കും. അപ്പോൾ ലഘു ഉപന്യാസത്തിൽ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭൂതദയാലതയെ അനുസരിച്ച് ഉത്തരം എഴുതുക, അദ്ദേഹത്തിൻ്റെ ഒരു കഥ, ജീവിതത്തിലുള്ള ഒരു കഥ എഴുതുക. അല്ലെങ്കിൽ എസ്സേ ആണെങ്കിൽ നമുക്ക് സംസ്കൃതസ്യ മഹത്വം ലിഖത എന്നുള്ള ചോദ്യം വരാറുണ്ട്. സംസ്കൃത ഭാഷായാഹ മഹത്വം. അങ്ങനെയുള്ള സൂചനകൾ നമുക്ക് തന്നതിന് ശേഷം നമ്മളോട് ലഘു ഉപന്യാസമോ എഴുതാനായിട്ട് ആവശ്യപ്പെടും. ഉപന്യാസമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം കാണപ്പെടുന്ന സെക്ഷനിലാണ് ആ ചോദ്യം വരുന്നത്. 8 മാർക്കായിരിക്കും. ഏതെങ്കിലും ഒന്നിന് മാത്രമാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അതിൽ ഉപന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കൃത്യമായ ഒരു ആമുഖവും അതിനകത്ത് കൃത്യമായ ആശയവും ഒരു ഉപസംഹാരവും ഉണ്ടായിരിക്കേണ്ടതാണ്. 1 മുതൽ 8 വരെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് ഓപ്ഷൻ തന്ന് നമ്മൾ ഉത്തരം എഴുതുന്നതാണ്. അതിന് മാക്സിമം നിങ്ങൾക്കൊരു 10 മിനിറ്റോളം ചെലവഴിക്കാവുന്നതാണ് വായിച്ച് ഉത്തരം എഴുതുന്നതിന്. അടുത്തതായി 9 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളാണ്. 6 മിനിറ്റ്, അതായത് 2 മാർക്കുള്ള ചോദ്യങ്ങളാണ്. 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതായിട്ട് വരികയുള്ളൂ. അതിനൊരു 6 മിനിറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. 12 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 മാർക്ക് വീതമായിരിക്കും. 15 മിനിറ്റ് നിങ്ങൾക്ക് അതിന് ഉപയോഗിക്കാം. 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4 മാർക്ക് വീതമായിരിക്കും. 18-20 മിനിറ്റോളം നിങ്ങൾക്ക് അതിന് ഉപയോഗിക്കാവുന്നതാണ്. 19 മുതൽ 22 വരെ ഒരു 25 മിനിറ്റ് ഏകദേശം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങൾ നമുക്ക് എഴുതാൻ സമയം തികയാതെ വരും. 23 മുതൽ 27 വരെ 35 മിനിറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 28 മുതൽ 29 വരെയുള്ള ഏതെങ്കിലും ഒരു ഉപന്യാസമോ ആസ്വാദന ടീകയോ ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതിന് നിങ്ങൾക്ക് ഒരു 20 മിനിറ്റോളം ഉപയോഗിക്കാം. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതിനും ഉത്തരങ്ങൾ എടുത്തെഴുതുന്നതിനും ചോദ്യത്തോടു കൂടിയുള്ള ഉത്തരങ്ങളായിരിക്കും നമുക്ക് സംസ്കൃതം പേപ്പറിൽ കൂടുതലായിട്ട് എഴുതേണ്ടി വരിക. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നീട് പരീക്ഷ എഴുതിയതിന് ശേഷം എല്ലാ ചോദ്യങ്ങളും ശരിയാണോ എന്നും ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിരിക്കുന്നത് ശരിയാണോ എന്നും നമ്മൾക്ക് അക്ഷരത്തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നും നോക്കാനുള്ള സമയമാണ്. 80 മാർക്കിൻ്റെ പരീക്ഷ എഴുതുന്നതിന് നമുക്കാകെയുള്ള സമയം 2 മണിക്കൂർ 45 മിനിറ്റാണ്. അതിൽ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആയിരിക്കും. നിങ്ങൾ പരീക്ഷയുടെ പേപ്പർ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്നുള്ള ഒരു കൃത്യമായ ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമാണ്. വളരെ കൂളായി തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെയും പരീക്ഷയെയും നേരിടണം എന്നതുകൊണ്ട് തന്നെയാണ് അതിനൊരു കൂൾ ഓഫ് ടൈം ആക്കി കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 2 മണിക്കൂർ 30 മിനിറ്റ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ളതാണ്. ആ പരീക്ഷ എഴുതാനുള്ള സമയങ്ങൾ ഓരോ സമയത്തിനനുസരിച്ച് നിങ്ങൾ ക്രമീകരിക്കേണ്ടതാണ്. കാരണം ഏറ്റവും അവസാനം എസ്സേ എഴുതാനായിട്ടുള്ള സമയം നിങ്ങൾ അതിൽ നിന്ന് കൂടുതലായി കണ്ടെത്തേണ്ടതാണ്. ബാക്കി അവസാനമുള്ള ഒരു 10 മിനിറ്റ്, ഏറ്റവും കുറവ് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ആ പേപ്പർ എഴുതിയതിന് ശേഷം കൃത്യമായി വായിക്കുകയും അതിലുള്ള വ്യാകരണ പിശകുകളോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, അക്ഷരത്തെറ്റുകളോ, നിങ്ങൾ നമ്പർ തെറ്റിയിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഉപയോഗിക്കണം. ഹയർ സെക്കൻഡറിയിലെ +2 പാഠപുസ്തകത്തിൽ നിങ്ങൾക്ക് 4 യൂണിറ്റുകളായിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ്. അത്തരത്തിൽ 12 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ മുൻ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് എന്താണ് വ്യാകരണത്തെ സംബന്ധിച്ച പാഠഭാഗങ്ങളില്ല. എല്ലാം നമുക്ക് വായിച്ചെടുക്കാവുന്ന, ഏറ്റവും കൂടുതലായി ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ, അതായത് പാഠപുസ്തകത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഏകകം ഏതാണ്? ഏറ്റവും ആദ്യത്തെ ഏകകമാണ് ആർദ്രത എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ഏറ്റവും കൂടുതലുള്ള കഴിവുകൾ എങ്ങനെയാണ്, കരുണ, സ്നേഹം മുതലായ വികാരങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കരുണയും സ്നേഹവും ഇങ്ങനെയുള്ള വികാരങ്ങളെ സംബന്ധിച്ച ഒരു ഏകകമാണ് ആർദ്രത
ആർദ്രത എന്ന് പറയുന്നത്. അതിലേറ്റവും ആദ്യത്തെ പാഠഭാഗം ഏതാണ്? തവ വിരഹേ എന്നുള്ളതാണ്. നമ്മൾ ആ പാഠഭാഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? തവ വിരഹേ എന്നുള്ള പാഠഭാഗം എവിടെ നിന്നും എടുത്തിട്ടുള്ളതാണ്? അത് ഗീതഗോവിന്ദം എന്ന് പറയുന്ന അഷ്ടപതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അത് എഴുതിയിട്ടുള്ളത് ജയദേവ കവിയാണ്. അദ്ദേഹം ജനിച്ചത് വംഗദേശത്തിലാണ്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിനകത്ത് എത്ര അധ്യായങ്ങളുണ്ട്, പിന്നീട് അഷ്ടപതിയെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലുള്ള സോപാന സംഗീതത്തെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ പാഠപുസ്തകത്തിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നല്ല വായനയിലൂടെ നിങ്ങൾക്ക് ആ പാഠഭാഗത്തിലെ എല്ലാ മാർക്കുകളും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. തവ വിരഹേ എന്ന പാഠഭാഗത്തിൽ നമ്മളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് പ്രസ്തുത അപ്രസ്തുതാനി ലിഖത എന്നുള്ളത്. പ്രസ്തുത വാക്യങ്ങളും അപ്രസ്തുത വാക്യങ്ങളും നമ്മുടെ ശ്ലോകത്തിൽ തന്നിട്ടുള്ള ഏറ്റവും പ്രസ്തുതമായ, അതായത് പേര് കേട്ട വാക്കുകളും അപ്രസ്തുതമായ, അതായത് പ്രസിദ്ധമല്ലാത്തവയും നമ്മൾ ചേർത്തിണക്കിക്കൊണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ് സാധാരണയായി ഏറ്റവും കൂടുതൽ ഈ പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നത്. പിന്നീടുള്ളത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ പാഠഭാഗത്തിൽ നിന്നും കോമൺ ആയി നമുക്ക് വരുന്നതാണ് സന്ധത, പദച്ഛേദം ലിഖത, വിഗ്രഹവാക്യം ലിഖത മുതലായവ. ആർദ്രത എന്ന ഏകകത്തിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് വ്രജഹരിതം എന്നുള്ളത്. ഇതൊരു കഥയാണ്, അതായത് ഒരു ശുഗകഥയാണ്. ഈ ശുഗകഥ എടുത്തിരിക്കുന്നത് മഹാഭാരതത്തിൽ നിന്നാണ്. അങ്ങനെ ആകുമ്പോൾ മഹാഭാരതം എഴുതിയതാരാണ്? മഹാഭാരതസ്യ കർത്താ കഹ എന്നുള്ള ചോദ്യം നമുക്ക് വരാറുണ്ട്. വ്യാസനാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ മഹാഭാരതത്തിലെ ശുഗകഥയിൽ നിന്നുമാണ് ഈ പാഠഭാഗം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം പോകാനായിട്ട്. വ്യാസനും വാൽമീകിയും ഒക്കെ തമ്മിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായി ഓർമ്മയിൽ വെക്കുക. ഇതിനകത്ത് ചോദ്യം വരാനുള്ളത് കോംപ്രിഹെൻഷൻ ആയിരിക്കും. അതായത് ഗദ്യഭാഗം പഠിത്വ പ്രശ്നാനാം ഉത്തരാണി ലിഖത എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ആ ഗദ്യഭാഗം കൃത്യമായി വായിച്ചതിന് ശേഷം അതിലുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതേണ്ടതാണ്. പിന്നീട് എന്താണ്? കഥാസ്തംഭം ക്രമീകൃത. കഥാസ്തംഭം ക്രമീകരിക്കാനായിട്ട് നമ്മളോട് വളരെ കുറച്ച് പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുകയുള്ളൂ. അതിലൊരു പാഠഭാഗമാണ് വ്രജഹരിതം എന്നുള്ളത്. പിന്നീട് പടകഥയാണ്. പടകഥ മൂന്നാമത്തെ പാഠഭാഗത്തിലാണെങ്കിലും ഈ പടകഥ അനുസരിച്ച് എഴുതാൻ വരുന്നത് നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിലെ കഥയെ അനുസരിച്ചിട്ടായിരിക്കും പടകഥ എഴുതുക എന്നോട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. മൂന്നാമത്തെ പാഠഭാഗമാണ് ഭവിഷ്യേതവ. ഇത് പടകഥ എന്നുള്ള വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. പടകഥ എന്നുള്ളത് മലയാള അർത്ഥം തിരക്കഥ എന്നാണല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യം വന്നിട്ടുള്ള സംസ്കൃത ചലച്ചിത്രം, അതായത് ആദിശങ്കരാചാര്യ എന്നുള്ള സിനിമ അല്ലെ, സംസ്കൃത സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? GV അയ്യർ എന്ന് വ്യക്തമായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റൊരു സംസ്കൃത ചലച്ചിത്രമാണ് ഭഗവത്ഗീത എന്നുള്ളത്. നമ്മളുടെ പരീക്ഷയ്ക്ക് സാധാരണയായി ചോദിക്കാറുള്ളതാണ് ഏറ്റവും ആദ്യത്തെ വിശ്വപ്രസിദ്ധ സംസ്കൃത ചലച്ചിത്രം, ഏറ്റവും ആദ്യത്തെ പ്രഥമ സംസ്കൃത ചലച്ചിത്രസ്യ നാമകിം എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ആദിശങ്കരാചാര്യ എന്നുള്ളതാണ്. അതിവിടെ ഈ പാഠഭാഗത്തിൽ പറയാനായിട്ടുള്ള കാരണം ഇതൊരു പടകഥയാണ്, അതായത് ഒരു തിരക്കഥയാണ്. നമ്മുടെ സംസ്കൃതത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഏത്? നമ്മുടെ ഭവിഷ്യേതവ എന്നുള്ള പാഠഭാഗത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് പടകഥ എഴുതാനായിട്ട് ഈ പാഠഭാഗത്തിലെ ഭാഗത്തിനനുസരിച്ച് ചോദിക്കാറില്ല. പകരം നമുക്ക് മറ്റേതെങ്കിലും പാഠഭാഗങ്ങൾ അഥവാ മുന്നു കഴിഞ്ഞിട്ടുള്ള പാഠഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കഥയെ അനുസരിച്ചിട്ടായിരിക്കും പടകഥ എഴുതാനായിട്ട് പറയുന്നത്. പടകഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 3 സെക്ഷനുകളാക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഏറ്റവും ആദ്യത്തെ വിഭാഗത്തിൽ ആ സീൻ അല്ലേ, നമ്മൾ ഓരോ രംഗങ്ങൾ വിവരണം കൊടുക്കാറുണ്ട്. ഏത് രംഗമാണ്, എവിടെയാണ് അത് നടക്കുന്നത്, ആരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങളെന്ന് നമ്മൾ വ്യക്തമായി എഴുതണം. അതിനുശേഷം 3 സെക്ഷനാക്കി തിരിക്കുന്നു. രംഗവിവരണം, സംഭാഷണം, പിന്നീട് എന്താണ് ഛായാഗ്രാഹി അല്ലേ, അതായത് നമ്മുടെ ക്യാമറ എവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, ആ വിനിമയമാണ് നമ്മളവിടെ എഴുതേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച്, അതായത് ഛായാഗ്രാഹി സമീപേ, നമ്മൾ ആ സീൻ ഏറ്റവും അടുത്ത് നിന്നാണ് പിടിക്കുന്നതെങ്കിൽ സമീപേ എന്നുള്ള വിശദീകരണം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ളൊരു പടകഥയ്ക്ക് 6 or 8 മാർക്കാണ് പരീക്ഷയ്ക്ക് സാധാരണയായി ചോദിച്ചു വരാറുള്ളത്. രണ്ടാമത്തെ ഏകകമാണ് മാനവികത, അതായത് മനുഷ്യനുണ്ടായിരിക്കേണ്ട മൂല്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും ജീവിതത്തിൽ മാതൃകയാക്കാവുന്ന മഹത് വ്യക്തിത്വങ്ങളായ 3 ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ പാഠഭാഗം ചിന്താരഥോ ബാലകഃ എന്നുള്ളതാണ്. ഇതിൽ ചിന്താരഥനായ ബാലകൻ ആരാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അത് യേശു ക്രിസ്തുവാണ്. അതായത് ക്രിസ്തുവിൻ്റെ ജനനം മുതൽ ക്രൂശിത മരണം വരെയുള്ള ഭാഗം ഒരു മഹാകാവ്യമാക്കിയിട്ട് മഹാകവിയായ PC ദേവസ്യ
ദേവസ്യ രചിച്ചിരിക്കുന്ന ക്രിസ്തു ഭാഗവതത്തിൽ നിന്നാണ് നമ്മുടെ ഈ പാഠഭാഗം വന്നിരിക്കുന്നത്. ഇതിനകത്ത് ശ്ലോകങ്ങളാണ്. മഹാകാവ്യം എന്ന് പറയുമ്പോൾ ശ്ലോകങ്ങളാണ്. ഈ ശ്ലോകങ്ങളുടെ ഗദ്യഭാഗവും ആശയവും എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നും നമ്മളോട് ചോദിക്കാറുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ആ ചെറുപ്പത്തിലുള്ള ബാല്യകാലത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് എസ്സേ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണ നമ്മളോട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങളിൽ നിന്നും മാറ്റി ചോദിക്കാനുള്ള സാധ്യതയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ശ്ലോകത്തിൻ്റെ ആശയവും ഗദ്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ചിന്താരഥോ ബാലകഃ എന്നുള്ള പാഠഭാഗത്തിൽ നിന്നും നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഗദ്യഭാഗം ക്രമീകൃത, ഗദ്യഭാഗം എഴുതുക, അല്ലെങ്കിൽ ഗദ്യഭാഗം വിട്ടുപോയത് പൂരിപ്പിക്കുക എന്നുള്ളൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നീട് ജീവനചരിതം, അതായത് PC ദേവസിയെക്കുറിച്ച് നമുക്ക് അവിടെ ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എഴുതാനായിട്ട് ജീവചരിത്രം ലിഖത എന്നുള്ള ചോദ്യം വരാനായിട്ടുള്ള സാധ്യത നമുക്ക് കാണാനുണ്ട്. പിന്നീട് എന്താണ്? ആശയസ്യ സമാനാർത്ഥക ശ്ലോകം ലിഖത, ഏതാശയമാണോ തന്നിരിക്കുന്നത് അതിൻ്റെ അർത്ഥത്തോടു കൂടിയുള്ള ശ്ലോകം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ള ചോദ്യവും നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. മാനവികത എന്നുള്ള രണ്ടാമത്തെ ഏകകത്തിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് കോ ഹേതുഹു എന്നുള്ളത്. ആരാണ് കാരണം എന്നാണ് പറയുന്നത് അല്ലേ? ഇവിടെ കാരണം അന്വേഷിച്ചു പോകുന്നത് ആരാണ്? ശ്രീബുദ്ധനാണ്. അപ്പോൾ ശ്രീബുദ്ധനെ കുറിച്ചുള്ള ഒരു നോവൽ, ഒരു ആഖ്യായികയാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത്. നോവൽ എന്നുള്ള വാക്കിൻ്റെ സംസ്കൃത പദമാണ് ആഖ്യായിക എന്നുള്ളത്. ഈ ആഖ്യായിക മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടനാണെന്നും അതിൻ്റെ സംസ്കൃത വിവർത്തനം ചെയ്തിട്ടുള്ളത് ശ്രീ അശോകൻ പൊർണാട്ടുകരയാണെന്നും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെയും നമ്മളോട് ജീവചരിത്ര രേഖാം ലിഖത എന്നുള്ള ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവരെല്ലാം മഹത് വ്യക്തിത്വങ്ങളായതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനായിട്ട് നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഈ പാഠഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ചോദ്യം, അതായത് ഈ പാഠഭാഗത്തിലെ ഒരു ഗദ്യഭാഗം തന്നതിന് ശേഷം ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക എന്നുള്ള ചോദ്യം വരാറുണ്ട്. സാധാരണയായി മലയാളത്തിലേക്കോ ആംഗല ഭാഷയിലേക്കോ, മലയാള ഭാഷായാം അല്ലെങ്കിൽ മാതൃഭാഷായാം ആംഗല ഭാഷായാം വാ വിവർത്തയത എന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളം എഴുതാൻ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ ഇംഗ്ലീഷിലേക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വിവർത്തനം ചെയ്ത് എഴുതാവുന്നതാണ്. മൂന്നാമത്തെ പാഠഭാഗമാണ് ദീനദയാലുർഭവ. നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാവുന്ന 3 മഹത് വ്യക്തിത്വങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ആളായിരുന്നു ശ്രീ യേശുദേവൻ. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് ശ്രീബുദ്ധനെ കുറിച്ചിട്ടാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ ഒരു കഥാഭാഗമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് ഇവിടെ ഒരു കഥയാക്കി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം കഥാസ്തംഭം ക്രമീകൃത എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ കഥയെ ഒരു ഓർഡർ ആക്കിയിട്ട് നമ്മളോട് എഴുതാനായിട്ട് പറയും. കാരണം അവർ കഥയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മൾ അതൊരു കഥയാക്കി കൃത്യമായ നമ്പറുകൾ കൊടുത്തതിന് ശേഷം ക്രമീകരിച്ച് എഴുതേണ്ടതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭൂതദയാലുതയെക്കുറിച്ച് ലഘു ഉപന്യാസം വിവരിക്കുക എന്നൊരു ചോദ്യം കൂടെ നമുക്ക് ഈ പാഠഭാഗത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു ചോദ്യമാണ് സംഗൃഹ്യ ലിഖത. അതായത് 5 മാർക്കിനോ 6 മാർക്കിനോ നമ്മളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് സംഗൃഹ്യ ലിഖത. സംഗ്രഹിച്ച് എഴുതുക എന്നുള്ളതിനാണ് അവിടെ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. അതായത് ഒരു കഥാഭാഗം തരുന്നു, അതിനെ നമ്മൾ വിശദീകരിച്ച് എഴുതുന്നതിലല്ല, അതിനെ എത്രത്തോളം നിങ്ങൾക്ക് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചുരുക്കി എഴുതാൻ സാധിക്കും എന്നതിനാണ് ഇവിടെ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്നത്. അതായത് സംഗൃഹ്യ ലിഖത എന്നുള്ള ചോദ്യം കൃത്യമായി വായിച്ചതിന് ശേഷം തന്നിരിക്കുന്ന ഭാഗം അർത്ഥത്തോടു കൂടി തന്നെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചുരുക്കി എഴുതാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ മാർക്ക് നേടുന്നത്. മൂന്നാമത്തെ ഏകകമാണ് ചാരുത എന്നുള്ളത്. സൗന്ദര്യം എന്ന് തന്നെയാണ് ചാരുത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നമ്മൾ മലയാളത്തിലും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടേതായ ഭാരതത്തിലെ കലകൾ അല്ലെങ്കിൽ ഭാരതത്തിലെ പുണ്യപുരാതനമായ ക്ഷേത്രങ്ങൾ, പൈതൃക ക്ഷേത്രങ്ങളുണ്ട്, നമുക്ക് പൈതൃക കലകളുണ്ട്, നമ്മുടെ ഭാഷകളുണ്ട്. ഇതെല്ലാം മനോഹാരിതയാർന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ പാഠഭാഗം ഏതാണ്? കാലാതിവർത്തിനി കല എന്നാണ് പറയുന്നത്. അതായത് ഏത് കലയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്? കൂടിയാട്ടം. കൂടിയാട്ടം യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഒരു പൈതൃക കലയാണ്. ഇവിടെ പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു സാക്ഷാത്കാരഃ എന്നുള്ള മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കാലാതിവർത്തിനി കല നിങ്ങൾക്ക് പാഠഭാഗമായിട്ട് ഗദ്യഭാഗമായിട്ടല്ല കാണാൻ സാധിക്കുന്നത്, ഒരു സംഭാഷണ രീതിയിലാണ്. അതൊരു ഇൻ്റർവ്യൂ ആണ്. ആര് തമ്മിലുള്ള സാക്ഷാത്കാരമാണ്, ആര് തമ്മിലുള്ള ഇൻ്റർവ്യൂ ആണ് അവിടെ നടക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹം വളരെ പ്രസിദ്ധനായ കൂടിയാട്ട കലാകാരനാണ്. പത്മശ്രീ PK നാരായണൻ നമ്പ്യാരായിട്ടുള്ള കുട്ടികളുടെ സംഭാഷണമാണ്. ഇതിനെക്കുറിച്ച്
നമ്മുടെ കൂടിയാട്ടത്തെക്കുറിച്ചിട്ടുള്ള സംഭാഷണമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടിയാട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, കൂടിയാട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വേഷവിധാനമാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്, കൂടിയാട്ടത്തിൻ്റെ അഭിനയക്രമങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം വളരെ വിശദമായി നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായ വായനയ്ക്ക് ശേഷം മാത്രമേ കാലാതിവർത്തിനി കല എന്നുള്ള പാഠഭാഗത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല വിശദമായ വായന ഈ പാഠഭാഗത്തിന് ആവശ്യമാണ്. കൂടിയാട്ടം പഠിപ്പിക്കുന്ന ചില കലാകേന്ദ്രങ്ങളെക്കുറിച്ച് നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ 8 കേന്ദ്രങ്ങൾ, കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗീകരിച്ചിട്ടുള്ള 8 കേന്ദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് കലാമണ്ഡലത്തെക്കുറിച്ച് പാഠഭാഗത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 8 കേന്ദ്രങ്ങൾ കൂടാതെ 9ാമതായി കലാമണ്ഡലത്തിലും നമ്മുടെ കൂടിയാട്ടം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 8 കേന്ദ്രങ്ങളും കലാമണ്ഡലവും നമ്മുടെ ഓർമ്മയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. കൂടിയാട്ടത്തെക്കുറിച്ച് നമ്മളോട് ഉപന്യാസം രചിക്കാനാണ് സാധാരണ ആവശ്യപ്പെടുന്നത്. 6 മാർക്കിൻ്റെ ലഘു ഉപന്യാസമോ 8 മാർക്കിൻ്റെ ഉപന്യാസമോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടിയാട്ടത്തിൻ്റെ അഭിനയക്രമങ്ങൾ, എങ്ങനെയാണ് കൂടിയാട്ടം പ്രസിദ്ധമായിട്ടുള്ളത്, യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള വർഷം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് എഴുതി ചേർക്കാവുന്നതാണ്. പിന്നീട് ചോദിക്കുന്ന ചോദ്യം ഏതാണ്, കൂടിയാട്ടത്തെക്കുറിച്ചിട്ടുള്ള വിശദീകരണമല്ലാതെ പത്മശ്രീ PK നാരായണൻ നമ്പ്യാരെ കുറിച്ചിട്ടുള്ള ഒരു ജീവചരിത്ര ലേഖ എഴുതുക എന്ന് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത പാഠഭാഗമാണ് കൃഷ്ണശിലാസുലാസ്യം. അതൊരു യാത്രാ വിവരണമാണ്, ഒരു ട്രാവലോഗാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇപ്പോഴുള്ള ഒരു ജീവിത രീതിയാണ് യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കൃഷ്ണശിലാസുലാസ്യം എന്നുള്ള പാഠഭാഗത്തിൽ ശ്രീ ആശാ മേനോൻ, അതായത് അദ്ദേഹത്തിൻ്റെ തൂലിക നാമമാണ് ആശാ മേനോൻ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. K. ശ്രീകുമാർ എന്നാണ്. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഒരു ജീവചരിത്ര രേഖ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കൃഷ്ണശിലാസുലാസ്യം എന്നുള്ളതിൽ പറയപ്പെടുന്ന സ്ഥലം കൊണാർക്ക് ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി, അങ്ങോട്ട് പോകുന്നതിനുള്ള വഴികൾ, അവിടെ അദ്ദേഹം കാണുന്ന നല്ല ഭംഗിയുള്ള കാഴ്ചകൾ മുതലായ വിശദീകരണമാണ് ഈ യാത്രാ വിവരണത്തിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വൺ വേർഡുകളായിട്ടും ചോദിക്കാറുള്ളത്. ഈ പാഠഭാഗത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ചോദ്യ നിർമ്മാണത്തിന്, അതായത് പ്രശ്ന നിർമ്മാണം കുരുത എന്നുള്ള ചോദ്യമുണ്ട്. ഈ പാഠഭാഗത്തിനനുസരിച്ചാണ് പ്രശ്ന നിർമ്മാണം നമ്മളോട് സാധാരണയായി ചോദിക്കാറുള്ളത്. പിന്നീട് വരുന്ന ഒരു ചോദ്യമാണ് സമാനാർത്ഥക പദാനി ലിഖിത, അതായത് തന്നിരിക്കുന്ന വാക്യങ്ങളിൽ അവർ അടിവരയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ആ ഓപ്ഷനിൽ നിന്ന് ഏത് വാക്കാണോ സമാന അർത്ഥമായി വരുന്നത് ആ അർത്ഥത്തെ വെച്ചുകൊണ്ട് ആ ഗദ്യഭാഗം എന്ത് ചെയ്യേണ്ടതാണ്, പുനർലിഖിത എന്ന് നിങ്ങളോട് പരീക്ഷാ പേപ്പറിൽ ആവശ്യപ്പെടുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പുനർലിഖിത എന്നുള്ള വാക്ക് കാണുകയാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഉത്തരം മാത്രമല്ല നമ്മളവിടെ എഴുതേണ്ടത്, പുനർലിഖിത എന്നുള്ളതിൻ്റെ അർത്ഥം വീണ്ടും എഴുതുക എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഉത്തരം എന്ത് ചെയ്യണം, ചോദ്യത്തോടു കൂടി എടുത്തെഴുതേണ്ടതാണ്. കലകളെ പോലെ തന്നെയും ഭാരതത്തിലെ പലതരത്തിലുള്ള പ്രദേശങ്ങളെ പോലെ തന്നെയും പ്രസിദ്ധമാണ് ഇത് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ സംസ്കൃത ഭാഷയുടെ പ്രാധാന്യവും ഈ സംസ്കൃത ഭാഷയെ എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴുള്ള ടെക്നിക്കൽ ലാംഗ്വേജസ് ആയിട്ട്, അതായത് കമ്പ്യൂട്ടേഷണൽ ലാംഗ്വേജുമായി ബന്ധപ്പെടുത്തുന്നത് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് സുഘടിത ഭാഷ എന്നുള്ളത്. നിബന്ധ എന്നുള്ള വിഭാഗത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു എസ്സേ ആണ്, ഒരു ഉപന്യാസ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ചെറിയ പാഠഭാഗമാണ്. എങ്കിലും നമ്മളോട് പരീക്ഷയ്ക്ക് ആവശ്യപ്പെടുന്നത് സംസ്കൃത ഭാഷായാഹ മഹത്വം ലിഖിത എന്നുള്ളതാണ്. ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലാതെ നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ 1 മുതൽ 12 വരെയുള്ള ഏകകങ്ങളിൽ എവിടെയൊക്കെ സംസ്കൃത ഭാഷയെക്കുറിച്ച് ഊന്നൽ കൊടുത്ത് പറയുന്നുണ്ടോ, എന്തൊക്കെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് ഈ ഉപന്യാസത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സംസ്കൃത ഭാഷയിലെ എന്തൊക്കെ വിശദീകരണങ്ങളാണോ, ഏതൊക്കെ പ്രാധാന്യമാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രന്ഥങ്ങളാണോ, പഞ്ചമഹാകാവ്യങ്ങൾ നമുക്കറിയാവുന്നതാണ്, ഇതിഹാസങ്ങൾ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ഈ പാഠഭാഗത്തിൽ തന്നെ നമ്മൾ അഷ്ടപതിയെക്കുറിച്ചും പിന്നീട് കൂടിയാട്ടത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം സംസ്കൃതവുമായി ബന്ധപ്പെടുത്താവുന്നതുകൊണ്ട് ഒരു ഉപന്യാസം എഴുതുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ 4ാമത്തെ ഏകകമാണ് നിപുണത എന്നുള്ളത്. അതായത് നമുക്ക് എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ടായിരിക്കും. ഈ കഴിവിനെ തന്നെ നമ്മൾ എങ്ങനെയാണ് ദിനം പ്രതി വർദ്ധിപ്പിച്ചു കൊണ്ടുവരേണ്ടത് എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 4ാമതായി ഈ ഏകകം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിപുണത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്കിൽഫുൾനെസ് എന്നാണ്. അത് നമ്മുടെ കഴിവുകൾ തന്നെയാണ്. ഇവിടെ കഴിവുകൾ കൊണ്ട് ഏറ്റവും ആദ്യം മുന്നിൽ വന്നിരിക്കുന്ന ചില മഹത് വ്യക്തികളുടെ കാര്യം പറയുന്നുണ്ട്. നിർമ്മമോ യോജക എന്നുള്ള ആദ്യത്തെ പാഠഭാഗത്തിൽ ചാണക്യനെ കുറിച്ച് പറയുന്നുണ്ട്.
അദ്ദേഹം ബുദ്ധിരാക്ഷസനായിരുന്നു എന്നൊക്കെയുള്ള കഥകൾ നമുക്കറിയാം. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു നാടകമാണ് മുദ്രാരാക്ഷസം. മുദ്രാരാക്ഷസം എഴുതിയിട്ടുള്ളത് ആരാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. മുദ്രാരാക്ഷസസ്യ കർത്ത കഹ എന്നുള്ളൊരു ചോദ്യം നമ്മളോട് വരാറുണ്ട്. വിശാഖദത്തഃ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ വിശാഖദത്തൻ രചിച്ചിട്ടുള്ള നാടകമാണ് ഇത് മുദ്രാരാക്ഷസം. ഇതിനകത്ത് ആരുടെ കഥയാണ് പറയുന്നത് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ചാണക്യഃ. നമ്മൾ ഈ പാഠഭാഗത്തിൽ കൂടുതലായി ഓർത്തു വെക്കേണ്ടത് ചാണക്യന് തന്നെ ഇവിടെ പലതരത്തിലുള്ള പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വിഷ്ണുഗുപ്തഃ, ചാണക്യഃ, കൗടില്യഃ. ഇത് 3 പേരും അല്ലേ, 3 പേരുകളും ഒരാളെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ചന്ദ്രഗുപ്തഃ ആരാണ്? ഇവിടെ രാജാവിൻ്റെ പേരാണ്. അപ്പം അത്തരത്തിൽ ഈ കഥയിൽ വന്നിരിക്കുന്ന, അതായത് നാടകത്തിൽ പറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങളുടെ പേരുകൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. ആർക്കൊക്കെയാണ് പകരം പേരുകളുള്ളത് എന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടതാണ്. കൂടുതലായിട്ടും ഈ പാഠഭാഗത്തിൽ നിന്നും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പിന്നീടുള്ള സംഭാഷണമാണ്. സംഭാഷണം നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സംഭാഷണം മുഴുവനായിട്ടും എടുത്തെഴുതേണ്ടതാണ്. നമ്മുടെ 4ാമത്തെ ഏകകത്തിലെ 2ാമത്തെ പാഠഭാഗമാണ് കുശലിനഃ സന്തു സർവദ. എല്ലാവരും എപ്പോഴും സുഖമായിരിക്കട്ടെ എന്ന് തന്നെയാണ് അർത്ഥം അല്ലേ. ഇതിഹാസ കാവ്യമാണത്. അപ്പോൾ ഇതിൽ ഇതിഹാസ കാവ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാമായണമോ മഹാഭാരതമോ ആയിരിക്കാം. കാരണം നമുക്ക് 2 ഇതിഹാസങ്ങളാണ് ഉള്ളത്. ഇവിടെ മഹാഭാരതത്തിലെ ഭഗവത്ഗീതയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീത നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തരുന്ന ഒരു ഗ്രന്ഥമാണെന്ന് മഹാത്മാഗാന്ധി വരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പല മഹത് വ്യക്തിത്വങ്ങളും ഇത്തരത്തിൽ ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവത്ഗീത എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട്, ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവത്ഗീത മഹാഭാരതത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഏത് പർവ്വത്തിൽ നിന്നാണ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഭീഷ്മപർവ്വത്തിൽ നിന്നാണ്. മഹാഭാരതത്തിലെ ഭീഷ്മപർവ്വത്തിൽ നിന്നാണ് ഭഗവത്ഗീത എടുത്തിരിക്കുന്നത്. ഇവിടെ ഭഗവത്ഗീതയിലെ വളരെ കുറച്ച് ശ്ലോകങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതായിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് ആപത് നിവാരണം, ക്രൈസിസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, വ്യക്തിഗത വികാസ, നിങ്ങളുടെ പേഴ്സണൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മളുടെ റിസോഴ്സ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, നമ്മൾക്കുള്ള വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള 4 തരത്തിലുള്ള മാനേജ്മെൻറ്റാണ്, അതായത് വിനിമയങ്ങളാണ് നമ്മളോട് ഈ പാഠഭാഗത്ത് ശ്ലോകങ്ങളിലൂടെ തന്നിട്ടുള്ളത്. ഇവിടെ ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ശ്ലോകം തന്നതിന് ശേഷം ഇത് ആപത് നിവാരണസ്യ അർത്ഥം അല്ലെങ്കിൽ ആശയം ഉൾക്കൊള്ളുന്ന ശ്ലോകം എഴുതുക എന്നായിരിക്കും നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന അർത്ഥം വരുന്ന ശ്ലോകങ്ങൾ ഇതിലേത് ഭാഗമാണ് എന്ന് നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. അതായത് 1ാമത്തെ ശ്ലോകം, 2ഉം 3ഉം ഇങ്ങനെയാണ് അവിടെ വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ശ്ലോകങ്ങൾക്ക് ശേഷവും ഇത്തരത്തിലുള്ള ആപത് നിവാരണം, പിന്നെ ഏതാണ് വിഭവ വിനിമയ, ആയാസ നിവാരണം എന്നുള്ള ഒരു പാരഗ്രാഫ് അല്ലെ, ഒരു ബോക്സ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ശ്ലോകങ്ങളെ യോജിപ്പിച്ച് എഴുതാനായിട്ട്. 4ാമത്തെ ഏകകത്തിലെ 3ാമത്തെ പാഠഭാഗം, അതായത് നമ്മുടെ പാഠപുസ്തകത്തിലെ 12ാമത്തെ ഏകകമാണ് മന ഏവ ബലീയത്. ഇതൊരു വിവരണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗദ്യഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തി വെക്കേണ്ടത് എന്ന് തന്നെയാണ് അർത്ഥം അല്ലേ. വ്യായാമഹ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആരോഗ്യത്തെ സംബന്ധിച്ചും വ്യായാമത്തെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളും യോഗശാസ്ത്രം, പതഞ്ജലി മഹർഷി മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്. യോഗത്തിന് 8 അംഗങ്ങളുണ്ട്, അഷ്ടാംഗങ്ങളുണ്ട്. ഏതൊക്കെയാണവ എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ പാഠഭാഗത്തിൽ വിവരണമായതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ നമുക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്? തീർച്ചയായിട്ടും ഓപ്ഷണൽ ആയിട്ടുള്ള, അതായത് 1 വേർഡ് ചോദ്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാവുന്നത്. പിന്നീട് വരാവുന്ന ഒരു ചോദ്യമാണ് ലഘു ഉപന്യാസം. യോഗയുടെ മഹത്വത്തെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം രചിക്കുക എന്നുള്ളത്. ഈ പാഠഭാഗം കൃത്യമായി പഠിച്ചാൽ തന്നെ എല്ലാ ഉത്തരങ്ങളും അതിനകത്ത് തന്നെ അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യം ഉള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നന്നായി വായിച്ചതിന് ശേഷം മാത്രം ഓരോ ഉത്തരവും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായ നമ്പർ ഇട്ട് എഴുതുക. നമ്മുടെ ഭാഷ ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ലാംഗ്വേജ് എന്നാണല്ലോ, അപ്പോൾ നമ്മുടെ ഭാഷയാണ് നമ്മൾ എഴുതുന്നത് എന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് വരാവുന്ന സാധ്യത എന്താണ്? അക്ഷരത്തെറ്റുകളോ അതായത് ഗ്രാമർ മിസ്റ്റേക്കുകളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അക്ഷരത്തെറ്റുകൾ ഉണ്ടോ എന്നും ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പരീക്ഷ എഴുതി അവസാനം
അവസാനിപ്പിക്കാനായിട്ട്. പിന്നീട് നമുക്ക് വിവർത്തനത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് വരുത്തുന്നത്, ഈ ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നത്, വ്യാകരണ പിശകുകൾ വരുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ നിന്നോ മലയാളത്തിൽ നിന്നോ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോഴായിരിക്കും. നമ്മൾ അതിൻ്റെ ലകാരങ്ങളും പിന്നെ ഏത് ടെൻസിലാണ് അത് ചോദിച്ചിരിക്കുന്നതെന്നൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചതിന് ശേഷം എഴുതണം. അത് വർത്തമാനകാലത്തിലാണോ ഭൂതകാലത്തിലാണോ ഭാവി കാലത്തിലാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ വിവർത്തനം ചെയ്യാനായിട്ട്. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് തന്നെയാണ്, പുനർലിഖത എന്നുള്ള വാക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടോ എന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കിയെടുക്കേണ്ടതാണ്. കാരണം ഉത്തരം മാത്രം എഴുതിയാൽ അത് ഉത്തരമായി കണക്കാക്കാവുന്നതല്ല. മുഴുവൻ മാർക്കുകളും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ചിലപ്പോൾ സാധിക്കാതെ വരും. അതുകൊണ്ട് പുനർലിഖത എന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ വീണ്ടും തന്നിരിക്കുന്ന ആ ചോദ്യം അല്ലെങ്കിൽ ആ ഗദ്യഭാഗമോ സംഭാഷണമോ എന്തുമായിക്കോട്ടെ വീണ്ടും എടുത്ത് എഴുതേണ്ടതാണ്. എസ്സേ ലഘു ഉപന്യാസങ്ങളോ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ഒരു പുതിയ ഷീറ്റിൽ അല്ലേ ഏറ്റവും അവസാനിപ്പിച്ചിട്ടുള്ള അവസാന ഭാഗത്ത് എഴുതി തുടങ്ങാതെ നമ്പർ ഇട്ടതിന് ശേഷം ഒരു പുതിയ ഷീറ്റിൽ എഴുതി തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. സംസ്കൃത ഭാഷ ആയതുകൊണ്ട് തന്നെ ഓരോ സെക്ഷന് ശേഷവും അല്ലെങ്കിൽ ഓരോ ചോദ്യത്തിന് ശേഷവും 1-2 ലൈൻ വിട്ടിട്ട് നിങ്ങൾക്ക് എഴുതാം. 1-2 വരികൾ നിങ്ങൾ അവിടെ ഇട്ടതിന് ശേഷം എഴുതണം. അതായത് നിങ്ങൾ യോജിപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ വായിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-2 വരികൾക്ക് ശേഷം നിങ്ങൾ അടുത്ത ഉത്തരം എഴുതി തുടങ്ങിയാൽ മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം വേണം നമ്മൾ എഴുതാനായിട്ട്. ഒരു എസ്സേ എഴുതുമ്പോൾ നമ്മൾ പാർട്ടുകളാക്കി തിരിച്ചിട്ട് എഴുതുന്നതാണ് ഉത്തമം. ആമുഖം എഴുതുക, അതിൻ്റെ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതുക, ഏറ്റവും അവസാനം ഒരു ഉപസംഹാരം എഴുതുക. ഇത് തന്നെ നമ്മൾക്ക് ഏതിലും തുടരാവുന്നതാണ്. ആസ്വാദന ടീക അല്ലേ, അതിനൊരു ആമുഖം ഉണ്ടായിരിക്കും. അതൊരു ശ്ലോകമായതുകൊണ്ട് അതിൻ്റെ കവിയെക്കുറിച്ചും ആ ഗ്രന്ഥത്തെക്കുറിച്ചും പരാമർശിക്കുക. രണ്ടാമത് ആ ശ്ലോകത്തിൻ്റെ ആശയം നിങ്ങൾ എഴുതുക, അതിൻ്റെ അർത്ഥം എന്താണോ അത് നിങ്ങൾ എഴുതി ചേർക്കുക. പിന്നീട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടത് എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾ ആ ആസ്വാദന ടീക അവസാനിപ്പിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിച്ചതിന് ശേഷം അല്ലേ, വളരെ ശ്രദ്ധാപൂർവം പരീക്ഷ എഴുതി അക്ഷരത്തെറ്റുകളൊന്നും ഇല്ലാതെ എഴുതിയതിന് ശേഷം എന്താണ് വളരെ സന്തോഷകരമായി തന്നെ നമുക്കൊരു A+ നേടാനായിട്ട് സാധിക്കും. വളരെ സംതൃപ്തികരമായി പരീക്ഷ എഴുതുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. എല്ലാവർക്കും A+ നേടാനായിട്ട് സാധിക്കട്ടെ.